പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ നിന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ, നിർമ്മാതാക്കളും സംവിധായകനൊക്കെ തന്നെ പിൻവലിക്കുകയുണ്ടായി. മതനിന്ദയുടെ പേരിൽ ഒരുപാട് ഭീഷണികൾ തങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പിന്മാറ്റം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മതനിന്ദയുണ്ടോ, അങ്ങനെ ഒരു ഭീഷണി ഇവർക്ക് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും പോലീസ് പ്രധാനമായിട്ടും അന്വേഷിക്കുക. ഇതിൽ വല്ല വസ്തുതയുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. VT ബലറാമിനെ പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു തട്ടിപ്പാണോ? സിനിമ പരാജയപ്പെട്ട ഒരു സിനിമയെ വിജയിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്, ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇത്തരം മതനിന്ദ ആരോപണങ്ങളൊക്കെ അണിയറ പ്രവർത്തകർ തന്നെ മനഃപൂർവ്വം ചമയ്ക്കുകയാണോ എന്നൊരു സംശയമാണ് ഉയരുന്നത്. അതെ അതെ, ഇത്തരം തട്ടിപ്പുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, നിലവാരമില്ലാത്ത സാധനങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ തീവ്രവാദം ഉപകരിക്കും. അത് യഥാർത്ഥത്തിൽ ഉപകാരപ്പെട്ടവരുണ്ട്. ഇപ്പം ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സൽമാൻ റുഷ്ദിയുടെ പുസ്തകങ്ങൾ വിവാദമായതിനു ശേഷമാണെങ്കിലും 2-3 പുസ്തകങ്ങളെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ചവറ് പുസ്തകങ്ങളാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒന്നിനും കൊള്ളാത്ത പുസ്തകങ്ങളാണ്. താരതമ്യേന ആസ്വദിച്ച് വായിക്കാൻ പോലും കൊള്ളുന്ന പുസ്തകങ്ങളല്ല. പക്ഷേ അദ്ദേഹം കോടീശ്വരനായി വിറ്റഴിക്കപ്പെട്ടു. കാരണം ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ഒരു ആത്മീയ നേതാവ് തീർത്തും തീവ്രവാദപരമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിനെതിരായി ഫത്വ വന്നു, വധശിക്ഷ കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലായി. അദ്ദേഹം ലോകം മുഴുവൻ ഒളിച്ച് പറക്കേണ്ടി വന്നു എന്നുള്ളത് ശരി. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന് വലിയ വരുമാനം ഉണ്ടാവുകയും വലിയ കോടീശ്വരനായി തീരുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരാവശ്യമില്ലാതെ ആളുകൾ വലിയ തോതിൽ വിറ്റുപോവുകയും വാങ്ങുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ കലാസൃഷ്ടികൾക്ക് പലപ്പോഴും പറ്റുന്നത്. വളരെ ബോധപൂർവ്വം ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ വാരികയിൽ ഒരു നോവല് അച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഗൗതമിന് ഓർമ്മയുണ്ടാവും, മീശ അച്ചടിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാതൃഭൂമിക്കെതിരായി ചിലയിടത്ത് ഈ ആക്രമണം ഉണ്ടായതാണെന്നോ ഉണ്ടാക്കിയതാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ നോവൽ വലിയ തോതിൽ വിറ്റുപോയി. അതിന് എളുപ്പം പബ്ലിഷറെ കിട്ടി, വലിയ തോതിൽ കച്ചവടം നടന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ട്. മാതൃഭൂമിക്കെതിരെ തന്നെ പല വിഷയങ്ങളിൽ ഈ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മാതൃഭൂമി പത്രം, കോഴിക്കോടൊക്കെ മാതൃഭൂമി പത്രം കത്തിക്കുക, ഇനി നമ്മൾ മാതൃഭൂമി വിളിക്കില്ല, മാതൃഭൂമി ബഹിഷ്കരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ പറയും, ചിലത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, തീവ്രവാദികൾ എന്ന് പറയുന്ന മന്ദബുദ്ധികൾ പലപ്പോഴും വിവരക്കേട് കാണിക്കുന്നതാണ്. അവർ ചെയ്യുന്ന എന്താണ് അവരറിയുന്നില്ല. കാരണം ഇവർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പലപ്പോഴും അവഗണിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യനും കാണാതെ പോകുമായിരുന്ന പുസ്തകങ്ങളോ സിനിമകളോ ഒക്കെ ആയിരിക്കും ഇതിൽ. ഇപ്പോൾ ഈ പുസ്തകത്തിൽ, ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ അല്ലേ, ടർക്കിഷ് തർക്കത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് 2-3 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഒരു പുസ്തകത്തിൻ്റെയോ ഒരു കലാസൃഷ്ടിയുടെയോ ഒരു സിനിമയുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് വിവാദം ഉണ്ടാക്കുക, തീവ്രവാദികളെതിരാണ്. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ഈ സിനിമയ്ക്കെതിരാണെന്നാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത്, ആദ്യം അവകാശപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പോൾ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് എതിരായി നിൽക്കുന്നവരൊക്കെ, ഹിന്ദുത്വ തീവ്രവാദികളും പ്ലസ് സെക്കുലർ ആളുകളും ഒക്കെ ചെന്നിട്ടത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിജയിപ്പിക്കാനുള്ള തന്ത്രമാണ് നമുക്ക് കരുതാമായിരുന്നു. അതിനപ്പുറത്ത് ചിലത്, ഇതിനകത്തെ കച്ചവടത്തിൻ്റെ തെറ്റ് ഒന്ന് ഉണ്ടാകും. ഇവർ തമ്മിലുള്ള വീതം വെപ്പിലോ കച്ചവടത്തിൻ്റെ കണക്ക് തീർക്കലുകളിലോ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, തെറ്റുമ്പോൾ 2 തരത്തിൽ വരാം. ഒന്ന്, ഈ സിനിമ തിയേറ്ററുകളിൽ ആദ്യം വന്ന ആരോപണം എന്താ വെച്ചാൽ, സിനിമ തിയേറ്ററുകളിൽ വന്നപ്പോൾ വേണ്ടത്ര തിയേറ്ററുകൾ കിട്ടിയില്ല. വേണ്ടത്ര അല്ല, ഏതാനും നല്ല സ്ക്രീനുകൾ ലഭിച്ചിട്ടുണ്ട്. 120 സ്ക്രീനേ കിട്ടിയുള്ളൂ. പക്ഷെ വേറൊന്നുണ്ട് ഗൗതമേ, പുതിയ കാലത്തെ സിനിമകൾക്ക് റിലീസ് ചെയ്യുമ്പോൾ 100 തിയേറ്റർ ഒന്നുമല്ല, ലോകമാസകല ഒരേ സമയം റിലീസ് ചെയ്യാം. ഇതിലെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് സണ്ണി വെയിനാണ്, പിന്നെ ഒന്ന് ലുക്മാൻ ആണ്, ഹരിശ്രീ അശോകനാണ്. ഇവര് 3 പേരെന്ന് പറയുന്നത് അത്ര വലിയ ഒരു മാർക്കറ്റുള്ള നടന്മാരൊന്നും അല്ല. പിന്നെ അത് മാത്രമല്ല, ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പുതിയൊരാളാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നവാഗതനാണ് നസീം സുലൈമാൻ. അതുകൊണ്ട് ഈ അതിന്റെ പേരെന്തായിരുന്നു, നവാസ് സുലൈമാനാണ് സംവിധായകൻ. അതിന്റെ നിർമ്മാതാവ് നാദിർ ഖാലിദാണ്. ഇവർ 2 പേര് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ ഇതിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തർക്കിക്കുകയാണ്. ഇതിൽ നടന്മാര് പറയുന്നു, ഇതിൽ അഭിനയിച്ച ഏതാനും നടന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല, ഇത് വെറുതെ കെട്ടിച്ചമയ്ക്കുകയാണെന്നുള്ളത്. എന്നാൽ നിർമ്മാതാവ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം, നിർമ്മാതാവും സംവിധായകനും പറയുന്നത് ഇത്തരം നിർമ്മാതാവും സംവിധായകനും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എന്നിട്ട് ഈ 120ഓളം തിയേറ്ററുകളിൽ വന്ന സിനിമകളെ ഇവർ പിൻവലിക്കുന്നു. ഒരു ഭാഗത്ത് നടന്മാർ, ഈ പറഞ്ഞ കൂട്ടർ സണ്ണിയും ഹരിശ്രീ അശോകനും ആ ടീം നടന്മാരായി അഭിനയിച്ചവർ, എന്തൊക്കെ പറഞ്ഞാലും അവർ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ലെങ്കിൽ നല്ല നടന്മാരായിരിക്കുമല്ലോ.
തീർച്ചയായിട്ടും ഇപ്പോൾ ഹരിശ്രീ അശോകൻ്റെയൊക്കെ അഭിനയശേഷിയെക്കുറിച്ചൊന്നും ആർക്കും ഒരു തർക്കമില്ല. ഈ പുതിയ ആളുകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവരൊറ്റക്കെട്ടായിട്ട് പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എന്തിനാണ് ഈ സിനിമ പിൻവലിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു ഘട്ടം. മറുഭാഗത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അവരാണല്ലോ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സും വിതരണക്കാരും, നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, പിൻവലിച്ചതാണല്ലോ തെറ്റ്, എന്തിനു പിൻവലിച്ചു? അപ്പോൾ എല്ലാത്തിൻ്റെയും കുറ്റം ഇവരുടെ ഉള്ളിലെ കണക്ക്, നിർമ്മാതാക്കളും സിനിമക്കാരും തമ്മിലുള്ള കണക്ക്, അഭിനേതാക്കളും പിന്നെ നിർമ്മാതാവും സംവിധായകരും തമ്മിലുള്ള കണക്ക്, ഇതൊക്കെ തീർക്കാൻ ഈ കൊട്ടാവുന്നൊരു ചെണ്ടയായിട്ട് ഈ തീവ്രവാദികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലർ ഹിന്ദു തീവ്രവാദികളെ കുറ്റം പറയും, ചിലർ ഇസ്ലാമിക തീവ്രവാദികളെ കുറ്റം പറയും. അവർ യഥാർത്ഥത്തിൽ ചില മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ പലപ്പോഴും അവരുടെ ചെലവിൽ പല കണക്കുകളും വേറെ തീർക്കുകയാണ്. അതാണല്ലോ VT ബലറാം വളരെ സമയത്തിനാണ് ബലറാം ഇടപെട്ടതെന്ന് തോന്നുന്നു. സമയത്ത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർ ഇത്തരം സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടേണ്ടതുണ്ട്. കാരണം അവരുടെ കൂടി വിഷയം തന്നെയാണത്. നാട്ടിൽ തീവ്രവാദം ഉണ്ടെങ്കിൽ അതിനെ നേരിടേണ്ടതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇല്ലാത്ത തീവ്രവാദം ഉണ്ടെന്ന് പറയുന്നത്. ആരെ നോക്കിയാണ് ഈ പറയുന്നത്? ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഈ സിനിമക്കകത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ എന്താണ്, കബറടക്കോ, ഏത് കാര്യത്തിലാണ്? അതായത് ഈ കബറടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഇത്. ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത്, അതില് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് എന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. അകത്ത് അഭിനയിച്ചവർക്ക് പോലും അഭിപ്രായമില്ല. ഇതിൽ സംവിധായകനും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും പറയുന്നത് ചില തിയേറ്ററുകളിൽ സിനിമ കാണാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ചില ആളുകൾ അവരെ പിന്തിരിപ്പിക്കുന്നു, ചില ഭീഷണി കോളുകൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് എന്ത് പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സിനിമ കാണാൻ ആളുകൾ കുറവാണെങ്കിൽ അത് നാട്ടുകാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണ്, നാട്ടുകാർ പിന്തിരിപ്പിച്ചിട്ടാണ്. എത്ര പേരെ പിന്തിരിപ്പിക്കാൻ പറ്റും? 120 തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കണമെങ്കിൽ എത്ര പേരെ പിന്തിരിപ്പിക്കാൻ പറ്റും? ഇനി പിന്തിരിപ്പിച്ചാൽ, ഒരാളെ പിന്തിരിപ്പിച്ചാൽ തന്നെ അവൻ തന്നെ സ്വകാര്യമായിട്ട് പോയി കാണും. മാത്രമല്ല ആരെങ്കിലും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് വന്ന് കാണുകയല്ലേ ചെയ്യുക. ഇത് വെറുതെ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇഷ്യൂ വേറെ ആയിരിക്കും. ഒന്നുകിൽ അതിൻ്റെ സിനിമയുടെ നിലവാരക്കുറവ്, ആളുകൾ കയറാതെ സാമ്പത്തികമായി പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അപ്പോൾ അതിന് പറയുന്ന, അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് പേർക്ക് ഇടപാടുകൾ തീർക്കാനുണ്ടാവും. നടന്മാർക്കും കൂട്ടർക്കും ക്രൂ ഉണ്ടല്ലോ, ഫിലിം ക്രൂ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഒരുപാട് പേർക്ക് ഇടപാട് കൊടുക്കാനുണ്ടാവും. നിർമ്മാതാക്കളുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ പരിഹരിക്കാൻ പറ്റിയൊരു മാർഗം തീവ്രവാദികൾ ഈ സിനിമ മുടക്കുന്നു. ഇപ്പം ഒരു സിനിമയ്ക്കെതിരെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് SDPI പ്രവർത്തകർ ഒരു പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ഒരു പട്ടാളക്കാരന്റെ ചിത്രമാണ്. ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അല്ല, അത് ഉണ്ടാവാമെന്നേ ഞാൻ പറഞ്ഞത്. ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററുകളെ തന്നെ വ്യാപകമായിട്ട് ആക്രമിച്ചിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. തിയേറ്റർ കത്തിക്കലും പെൻ ബോംബുകൾ എറിയലും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. എന്തൊക്കെ കണ്ടതാണ് കേരളം. അത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ സിനിമകൾക്കെതിരായി, സിനിമയ്ക്കും സിനിമ എന്ന കലാരൂപത്തിനും തിയേറ്ററുകൾക്കും എതിരായി നിലപാടെടുത്തിട്ടുണ്ട്. ഇല്ലാന്നൊന്നും നമ്മളാരും പറയില്ല. ലോകവ്യാപകമായിട്ട് തന്നെ ഇപ്പൊ UAE പോലുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇറാഖ്, അവിടെ നിന്നൊക്കെ നല്ല മികച്ച സിനിമകൾ ജാഫർ പനാഹി അതുപോലുള്ള പല സംവിധായകരുടെയും വരാറുണ്ട്. പക്ഷെ അതൊന്നും ആ രാജ്യങ്ങളിൽ അവർക്ക് പലപ്പോഴും സ്ക്രീൻ ചെയ്യാൻ പ്രദർശനാനുമതി ലഭിക്കാറില്ല. അവര് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ വളരെ സമർത്ഥമായി തന്നെ ഇപ്പൊ ഇറാൻ പോലുള്ള നാടുകളിൽ നിന്ന് അവിടെ എന്ത് കൃത്യമായിട്ട് പാടില്ല എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് വളരെ സമർത്ഥമായി മനോഹരമായ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇറാനൊക്കെ. ലോകത്ത് വലിയ അംഗീകാരം, ഒരുപാട് നല്ല സിനിമാ നിർമ്മാതാക്കളും വന്നിട്ടുണ്ട്, ചലച്ചിത്ര പ്രവർത്തകർ. അപ്പോൾ അതേ സമയത്ത് അവിടെ എന്ത് പാടില്ല എന്ന് അവർക്ക് അറിയാമായിരിക്കും, അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. പിന്നെ അവിടെ പാടില്ലാത്ത തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയാൽ അവിടെ പ്രദർശിപ്പിക്കാനും പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അപ്പോഴും ഒരു തട്ടിപ്പ്, ഞാൻ പറയുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറയുകയും അതിനെ നേരിടുകയും ചെയ്യാൻ സാംസ്കാരിക പ്രവർത്തകർക്കും പ്ലസ് നമ്മുടെ പിന്നെ സിനിമാ പ്രേമികൾക്കും ഒക്കെ ബാധ്യതയുണ്ട്. പക്ഷേ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ കലുഷമാക്കാനും വർഗീയ വിളവെടുപ്പിനും ഇത് സത്യത്തിൽ വർഗീയ വിളവെടുപ്പല്ല, ഇത് സാമ്പത്തിക വിളവെടുപ്പോ മറ്റെന്തൊക്കെയോ ആണ്. സ്വകാര്യമായി കൂടി അംഗീകരിക്കപ്പെടും. ഇപ്പൊ തന്നെ പല അറിയാത്ത പലരും ടർക്കിഷ് തർക്കം എന്ന പേര് വന്നു. മാത്രമല്ല ഇനി ഒരു പക്ഷേ കുറച്ചു നേരം ഇവര് ഈ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്
കുറച്ച് കഴിയുമ്പോൾ ഇതുണ്ടല്ലോ, ഇതൊന്ന് ഒന്ന് ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് ഈ ആവശ്യത്തിന് വിവാദങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസാക്കിയാൽ വിജയിച്ചു എന്ന് വരും. അതിനൊക്കെയുള്ള തന്ത്രങ്ങൾക്ക് ഈ തീവ്രവാദികൾ ഒരു കരുവാക്കപ്പെടുന്നു. തീവ്രവാദികൾ പലപ്പോഴും പലരുടെയും കയ്യിലെ കരുക്കളാണ്. നമ്മുടെ ഈ എന്താ പറയുക, വില കുറഞ്ഞ കച്ചവടത്തിൻ്റെയും കരുക്കളായി തീവ്രവാദികൾ മാറുന്നു എന്നത് ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. VT ബലറാം ഈ വിഷയത്തിൽ ഇടപെട്ടത് വളരെ മാതൃകാപരമായ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും അത്തരത്തിലൊരു ബോധം ഉണ്ടാകട്ടെ. സാമൂഹ്യമായൊരു ജാഗ്രത, ഉള്ള തീവ്രവാദത്തെ നേരിടാനുള്ള ജാഗ്രത പോലെ തന്നെ പ്രധാനമാണ് ഇല്ലാത്ത ജാഗ്രത. പക്ഷേ ഈ കലാ ആവിഷ്കാരത്തെ പൂർണ്ണ സ്വാതന്ത്ര്യം അതിന് നമ്മളെ നാട്ടിലെ ജനങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണി മുകുന്ദന്റെ സിനിമ ഉണ്ടായിരുന്നു, അയ്യപ്പന്റെ ഒരു സിനിമ. ആ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ബഹിഷ്കരണം പല ഭാഗത്തുമുണ്ട്. പല രാഷ്ട്രീയം പിന്തുടരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ആ സിനിമ കാണരുതെന്ന് തുടങ്ങിയ, പിന്നെ കാശ്മീരി ഫയൽസ്, മാളികപ്പുറം, ആ സിനിമയുടെ പേര് മാളികപ്പുറം എന്നാണ്. കാശ്മീരി ഫയൽസ്, അതുപോലെ തന്നെ മറ്റൊരു സിനിമയുണ്ടല്ലോ. അത്തരം സിനിമകൾക്കൊക്കെതിരെ ഇത്തരം ബഹിഷ്കരണങ്ങൾ, അതൊരു രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു കലാ ആവിഷ്കാരമാണ്. അപ്പം ചില ഇസ്ലാമിക തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങളെയൊക്കെ തുറന്നു കാണിക്കുന്നതിൽ വിജയിച്ച സിനിമകൾ അതൊക്കെ. അപ്പൊ അതിനൊക്കെ വിമർശനങ്ങളും അതിന് ബഹിഷ്കരണം എന്നുള്ള ആഹ്വാനങ്ങളും ഉണ്ടാവും. അല്ല, തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മളൊക്കെ ഇഷ്ടംപോലെ ഇത്തരം കേസുകളിൽ ഇടപെട്ടുള്ളതും അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും സമരം ചെയ്തിട്ടുള്ളതുമാണ്. ഒരു ആവിഷ്കാരത്തിനെതിരെയും കയ്യേറ്റങ്ങളും തടസ്സവും വിലക്കും പാടില്ല എന്ന കൃത്യമായ നിലപാട് നമുക്കുണ്ട്. അതേസമയത്ത് ഇത്തരം വില കുറഞ്ഞ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട്, വില കുറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം തീവ്രവാദം, ഇല്ലാത്ത തീവ്രവാദത്തെ ചൂണ്ടിക്കാണിച്ചാൽ പിന്നീട് ഉള്ള തീവ്രവാദത്തിന് പോലും എതിർക്കാൻ ആളെ കിട്ടൂല. ശരിയാണ്. അതാണ് ഇതിന്റെ അപകടം. അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും.